കുമാറേ കൈനീട്ടം വല്ലതും അടിച്ചോ? എവിടെ ചേട്ടാ? രാവിലെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഓട്ടം കിട്ടിയതാ. പിന്നെ അതാ ഇവിടെ കൊണ്ടിട്ട് ഇതുവരെ അനങ്ങിയിട്ട്. പണ്ടൊക്കെ മഴക്കാലമാണേ ഓട്ടോക്കാർക്ക് ജാഗ്രത എന്നാ പറയുന്നത്. ഇപ്പം മഴയത്തും ഇല്ല വെയിലത്തും ഇല്ല. എൻ്റെ ചേട്ടാ, ഈ മഴയത്തൊന്നും ഇനിയിപ്പോൾ നമുക്ക് കിട്ടാൻ പോണില്ല ഓട്ടം. ചേട്ടൻ അറിഞ്ഞൂടെ, ഒരു 100 രൂപ ഇട്ട പല കളറിലുള്ള റെയിൻകോട്ട് കിട്ടും. ഇപ്പം എല്ലാവർക്കും അത് മതി. കൊട കമ്പനിക്കാരും നമ്മളും ബ്രോക്കർ വരുന്നുണ്ടല്ലോ. ചായ മിച്ചർ പഠിക്കാനുള്ള പണിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 500 രൂപ എടുത്ത് വെച്ചു. ഇത് കേട്ടാ, ഞാൻ ഇന്ന് ഇറങ്ങിയിട്ട് കുറെ നാളായി കേട്ടാ. ഏതെങ്കിലും നടന്നതിന് ശേഷമേ അവര് തരണത് ഞാൻ മേടിക്കാറുള്ളൂ. പക്ഷെ വല്ലതും നടക്കണ്ടേ? ഇതൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. ഒടേ തമ്പുരാനല്ലേ ഇതെല്ലാം തീരുമാനിക്കുന്നത്. ചേട്ടാ, അപ്പം എന്നെ ഒരു പെൺപിള്ളേർക്കും വേണ്ടി. ഫോട്ടോ കാണിക്കുമ്പോൾ ഇയാളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഓട്ടോ ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഒരു പെൺപിള്ളേർക്ക്. ചേട്ടാ, ഈ ഓട്ടോ ഡ്രൈവർക്ക് എന്താണ് കുഴപ്പം? പല സ്ഥലങ്ങളിൽ നിന്നും പല സമയങ്ങളിലായിട്ട് എത്ര പേരെ കറക്റ്റ് ഞങ്ങൾ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല ഇത്. ചേട്ടാ, ഈ ജോലി കൊണ്ട് എത്ര പേര് കുടുംബം പറ്റണുണ്ട്. എന്നെ എൻ്റെ ജോലി ഇഷ്ടപ്പെട്ട് വരണവരെ മതി, അല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട. നീ അങ്ങനെ പറയരുത്. നിനക്ക് ഏതെങ്കിലും ഒരെണ്ണം നടന്ന് ആ സ്വർണം മാച്ചല്ലേ നിന്റെ പെങ്ങൾ ആ ബാക്കി സ്വർണം കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്നലെ ഉണ്ടല്ലേ, ഞാൻ നിന്റെ പെങ്ങൾ അയച്ച വീട് വഴിയാണ് ഞാൻ വന്നത്. എനിക്കവിടെ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കയറാൻ പറ്റില്ല. അത് എന്താണെന്നറിയാം, നമുക്ക് അവരെ ഇടപാട് തീർത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് ഏതെങ്കിലും ഒന്ന് സെറ്റാക്കി ഞാൻ ഉടനെ തന്നെ റെഡിയാക്കും. പിന്നെ ഞാനങ്ങോട്ട് ചേട്ടാ, വേണ്ട വേണ്ട വേണ്ട, എന്തെങ്കിലും നടന്നതിന് ശേഷം മാത്രം മതി. ഓക്കെ ഓക്കെ. എന്താടാ നേരത്തെ? ഇന്ന് ഓട്ടോ ഒന്നും കിട്ടിയില്ലമ്മ. പിന്നെ ഞാൻ ഇങ്ങ് വന്നു. വെള്ളം എടുക്കട്ടെടാ? ഒന്നും വേണ്ടമ്മ. എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കണേ? ഞാൻ ബ്രോക്കർ കാണാൻ വന്നായിരുന്നു. ഞാൻ പെണ്ണ് കാണാൻ പോയിടത്തൊക്കെ എൻ്റെ ജോലി ഓട്ടോറിക്ഷ ഓട്ടിക്കണമെന്ന് അറിഞ്ഞപ്പോൾ ആർക്കും എന്നെ വേണ്ട. പിന്നെ നമ്മുടെ കീർത്തിയുടെ കാര്യവും പറഞ്ഞായിരുന്നു. അവർക്ക് കൊടുക്കാനുള്ള ബാക്കി സ്വർണം കൊടുക്കണമെന്നാണ് പറയുന്നത്, എത്രയും പെട്ടെന്ന്. അതിനിപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചോണ്ട് കൊടുക്കാതിരിക്കണമല്ലോ. നിന്റെ കല്യാണം വല്ലതും ആയായിരുന്നെങ്കിൽ അതിനെങ്കിലും ഒരു വഴി ഉണ്ടാക്കായിരുന്നു. അമ്മ, അതിങ്ങനെ നീണ്ടു പോവുകയല്ലേ. നമുക്ക് ആ പ്രൈവറ്റ് ബാങ്കിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചാലോടാ. അവർ നിന്നെ വിളിച്ചതല്ലേ? അമ്മ, ഇത് എന്തറിഞ്ഞിട്ടാണ് പറയണത്? ആ തുച്ഛമായ ശമ്പളത്തിന് ഞാൻ എങ്ങനെ ജോലി ചെയ്യാനാണ്? അതെനിക്ക് 10 ദിവസം ഓട്ടോ ഓടിയാൽ കിട്ടും. ഞാനാണെങ്കിലേ അവളെ വിളിക്കുമ്പോൾ ഒക്കെ ചോദിക്കുന്നുണ്ട്, അവർ വല്ലതും പറഞ്ഞോ ഒന്ന് സ്വർണത്തിൻ്റെ കാര്യമേ. അവൾ പറയണ അവരൊന്നും ചോദിക്കണില്ലെന്നാണ് അതിനെക്കുറിച്ചൊന്നും. അത് അവൾ നമ്മൾ വിഷമിക്കണമെന്ന് പറയണതായിരിക്കും അമ്മ. അളിയൻ്റെ അച്ഛൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാമല്ലോ. എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കണ മനുഷ്യനാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മോനെ? അങ്ങോട്ട് പോകാനും പറ്റണില്ലല്ലോ. അവളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാ. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അമ്മ. നീ വാ, ഞാൻ വല്ലതും കഴിക്കാൻ എടുക്കാം. ചേച്ചി, എവിടെ പോയിട്ട് വരാ മോളെ? ഞാൻ കുറച്ച് സാധനം വാങ്ങാൻ പോയത് ചേച്ചി കടയിൽ. ചേച്ചി എവിടെ പോയിട്ട് വരാ? ഞാനാ. എന്റെ വീട്ടിലെ വിശേഷങ്ങളൊന്നും മോൾ അറിഞ്ഞില്ലേ? ഇല്ല. എന്തു പറ്റി? എന്റെ മോളുടെ ഭർത്താവ് ആ കാലമാടൻ എന്റെ മോളെ എടുത്തിട്ട് അടിച്ച്. അയ്യോ, എന്തിനാ ചേച്ചി അവ അങ്ങനെ അടിച്ചത്? ശ്രീധനത്തിന്റെ പേരിൽ കുറച്ച് കാശ് ബാക്കി കൊടുക്കാനുണ്ട്. അത് കൊള്ളാലോ. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എന്തിനാ ചേച്ചി പ്രശ്നം? അവന്റെ ചേട്ടന് കുറച്ച് സ്ഥലം വാങ്ങാൻ കുറെ പൈസ വേണം. അതിനുവേണ്ടി ചേട്ടനും ചേട്ടന്റെ ഭാര്യയും ചേർന്ന് അവന് കള്ള് മേടിച്ചു കൊടുത്തിട്ട് അവനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണ് അവളെ എടുത്തിട്ട് അവൻ അടിക്കുന്നത്. എന്നാലും കുറെ കഷ്ടം തന്നെ അടിക്കാന്നൊക്കെ പറഞ്ഞ. സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം ഈ പ്രശ്നം ഇങ്ങനെ തന്നെ നിൽക്കും.
ചേച്ചി കേസ് വല്ലതും കൊടുത്താ എന്നിട്ട്? കേസ് കൊടുത്തിട്ടേ അവളെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വച്ചാലേ നാളെ അവള് തിരിഞ്ഞു ചോദിക്കില്ലേ അവളുടെ ജീവിതം ഞാൻ തകർത്തു എന്നുള്ളത്. അല്ല എന്നിട്ടിപ്പോ ചേച്ചി വീണ്ടും അവളെ അവന്റെ കൂടെ വിടണോ? ശ്രീധൻ അങ്ങ് കൊടുത്താ പോരെ, അതോടെ പ്രശ്നം തീരുമല്ലോ. ചേച്ചി വിഷമിക്കണ്ട ചേച്ചി, എല്ലാം ശരിയാവും കേട്ടോ. മോൾക്ക് വിശേഷം വല്ലേ ഉണ്ടോ? ഇല്ല ചേച്ചി, ഒന്നും ആയിട്ടില്ല. ശരി എന്നാ. എന്തെങ്കിലും ശ്രീധനം ബാക്കി കൊടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കണം. എങ്കിലേ നമ്മുടെ മക്കൾ അവിടെ സുരക്ഷിതമായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാ മോളെ. പോട്ടെ. എന്തെങ്കിലും ശ്രീധനം ബാക്കി കൊടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കണം. എങ്കിലേ നമ്മുടെ മക്കൾ അവിടെ സുരക്ഷിതമായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാ മോളെ. ഹലോ അമ്മ. മോളെ, നീ എന്താ ഇന്നലെ വിളിക്കാത്തത്? എന്തിനാ നീ കരയണത്? ഡീ, എന്തിനാ കരയണെന്ന്? നിന്റെ അമ്മയാണ് ഇന്നോടി ഫോണില്. ഹലോ, ഹലോ ചേച്ചി, അവളെന്തിനാ കരയുന്നത്? എന്തിനാണ് കരയുന്നതെന്നോ? അവൾ കരയാനിരിക്കുന്നേ ഉള്ളൂ. അവക്കറിയത്തില്ലല്ലോ സ്വർണത്തിന്റെ വില എത്രയാണെന്ന്. എന്തായാലും നാളെ നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ശരി ചേച്ചി. ഓ ശരി. അമ്മ എന്താ ആലോചിക്കുന്നത്? അതെ, ഞാൻ ഇപ്പൊ കീർത്തിയെ വിളിച്ചിരുന്നു. അവൾ ഇന്നലെ വിളിച്ചില്ലല്ലോ. അപ്പോൾ അവിടെ ഭയങ്കര കരച്ചിലൊക്കെ അവള്. പിന്നെ അവളുടെ അമ്മായിയമ്മ ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ട് പറഞ്ഞു അവൾക്കെന്തോ സ്വർണത്തിന്റെ വിലയൊന്നും അറിഞ്ഞൂടാ, നമ്മൾ നാളെ അവിടെ വരെ ചെല്ലണമെന്ന്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടാ. നമ്മൾ പേടിച്ചതുപോലെ സംഭവിക്കും അമ്മ. എന്തായാലും അവര് വിളിച്ച സ്ഥിതിക്ക് നമുക്ക് പോയേ പറ്റൂടാ. നമ്മളെ കൊച്ചവിടെ ആയിപ്പോയില്ലേ. അമ്മ, വെറും കൈയും വീശി എങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലണത്? കൊടുക്കാനുള്ളതിൻ്റെ പകുതി കാശെങ്കിലും കൊണ്ടല്ലേ അങ്ങോട്ട് ചെല്ലാൻ പറ്റൂ. പക്ഷെ ഇത്രയും പൈസ എവിടെ നിന്നടാ? ഞാനെൻ്റെ വണ്ടി പണയം വയ്ക്കാം. പിന്നെ കുറച്ച് കാശ് പലിശക്കാരൻ മോനിച്ചൻ്റെ അടുത്തും ചോദിക്കാം. അതൊന്നും വേണ്ടടാ, നമുക്ക് ഈ മാല അങ്ങ് പണയം വയ്ക്കാം. അല്ലെങ്കിൽ വേണ്ട വിൽക്കാം. അതൊന്നും വേണ്ടമ്മ. ആകെ ഉള്ളത് ഒരു തരി പൊന്നാണ്, അതവിടെ കിടന്നോട്ടെ. അതൊന്നും സാരമില്ലടാ. എൻ്റെ കൊച്ചവിടെ കരഞ്ഞ് നിലവിളിച്ചിരിക്കുമ്പോൾ എനിക്കെന്തിനീ മാലയൊക്കെ? ഒരു മനസ്സമാധാനവും ഇല്ലടാ. നമുക്കിതങ്ങ് വിൽക്കാം, അതാ നല്ലത്. അമ്മ, ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ? അതൊന്നും സാരമില്ലടാ. നമുക്ക്
വേറെ മാലിന്യം ഉണ്ടാക്കാൻ പറ്റും. അപ്പം അവൾ സന്തോഷമായിട്ടിരിക്കട്ടെ. അന്യ വീട്ടിൽ ചെന്ന് നടന്ന് കഷ്ടപ്പെടുമായിരിക്കും. ഇത് കൊണ്ടുപോയി വിറ്റം അമ്മയ്ക്കൊരു സങ്കടം. എന്തെങ്കിലും സ്ത്രീധനം ബാക്കി കൊടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൊടുത്ത് തീർക്കണം. എങ്കിലേ നമ്മുടെ മക്കൾ അവിടെ സുരക്ഷിതമായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. നീ ഒന്ന് വെയിറ്റ് ചെയ്യും. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അമ്മ വാ. വല്ലതും ചെയ്തു കാണുമോ അവള്? ഇല്ല, നമുക്ക് സംസാരിക്കാം. കരച്ചിലായിരുന്നു. ആ ഇതാരൊക്കെയാ? ഞങ്ങൾ വിചാരിച്ച് ഈ വഴിയൊക്കെ മറന്നു കാണുമെന്ന്. ആ ഇതാര്? കീർത്തിയുടെ അമ്മയോ? വാ ഇരിക്കെ. എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? ഓ ഇവിടുത്തെ വിശേഷം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. കീർത്തി ദേ കീർത്തി, ദാ ചേട്ടനും അമ്മയും വന്നിരിക്കുന്ന. അളിയപ്പം ഞങ്ങൾ ഇപ്പം എത്തിയതേ ഉള്ളൂ. ശരി അസുഖം പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വിട്ടിട്ടേ അവളെ മാത്രം അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ല. മുതിർന്നവരായ ഞങ്ങളെ കൂടെ അന്വേഷിക്കണം. ആ കീർത്തിയുടെ അമ്മ അവിടെ ഇരിക്കേ. കാര്യങ്ങളൊക്കെ അന്വേഷിക്കാതിരുന്നേ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നീട് പോയി സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ സ്വർണം ബാക്കി തരാനുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് വരാതിരുന്നത്. ഇതിപ്പം 3 ലക്ഷം രൂപയുണ്ട്. ഇത് സ്വർണം മേടിക്കണമെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ പൈസ എടുക്കണമെങ്കിൽ അങ്ങനെ ആവാം. ബാക്കി സ്വർണത്തിന് ഞങ്ങൾക്ക് കുറച്ച് സാവകാശം കൂടെ തരണം. ഇതിൻ്റെ പേരിൽ ഇനി ഒരു വഴക്ക് വേണ്ട. അളിയെന്താ ഉദ്ദേശം? അല്ല, സ്വർണത്തിൻ്റെ ബാക്കി കിട്ടാത്തതുകൊണ്ട് ഇവളുമായിട്ട് ഇനിയൊരു വഴക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ കീർത്തിയുടെ അമ്മയെ വിളിച്ചപ്പം ശ്രീധരത്തിന്റെ പേര് അവളെ വഴക്ക് പറഞ്ഞെന്ന് കീർത്തി പറഞ്ഞ. ഞാനങ്ങനെ ഒന്നും പറഞ്ഞില്ല. അല്ല, ഞങ്ങള് ഫോണിൽ കൂടെ ഒരു കരച്ചിൽ കേട്ടായിരുന്നല്ലോ. അല്ലേടാ? അതെ. ആ കരഞ്ഞത് സ്വർണത്തിന് തന്നെയാണ്.
പക്ഷെ നിങ്ങൾ ബാക്കി തരാനുള്ള സ്വർണത്തിൻ്റെ കാര്യത്തിലല്ല. അളിയെ ഉള്ള കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഇവരെ കാലിൽ ഒരു പാദസരം കാണാതായി. ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവള് പറയുന്നത് അത് കഴിഞ്ഞ ആഴ്ച അത് അവളുടെ കയ്യിൽ നിന്ന് പോയതാണ്. ഇതിൻ്റെ പേര് ഞാൻ അവളെ വഴക്ക് പറഞ്ഞു. ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയാവും? ഭക്ഷണം കഴിച്ചില്ല, തല കൊണ്ടുപോയി ഭിത്തിയിലിരിക്കുന്നു. നിങ്ങൾ വാങ്ങിക്കൊടുത്ത സ്വർണത്തിന് വിലയില്ലേ? ഇപ്പോഴത്തെ കാലത്ത് സ്വർണം വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയാണ്? അത് കൊണ്ട് കളഞ്ഞേ അവളെ വഴക്ക് പറഞ്ഞതിനാണ് അവള് കരഞ്ഞത്. അല്ലാതെ ഇവിടെ ശ്രീധരത്തിന്റെ പേര് അവളെ വഴക്ക് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഇത്രയും പ്രായമായിട്ട് ഇവർക്ക് യാതൊരു മെച്യൂരിറ്റി ഇല്ല. ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ അവൾ പിന്നെ അവരുടെ അടുത്ത് സംസാരിക്കത്തില്ല. ഫുൾ ടൈം മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു, ഭക്ഷണം പോലും കഴിക്കത്തില്ല. ഇതെല്ലാം നിങ്ങളുടെയൊക്കെ വളർത്തു ദോഷമാണ്, അല്ലാതെ എന്തുവാ? എന്തെന്നാടി ഇതൊക്കെ? എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്? യോ അമ്മ, ഇനി ഒന്നും പറയല്ലേ. അതിൻ്റെ പേര് ഒരാഴ്ചത്തേക്ക് ഇവിടെ കരച്ചിലായിരിക്കും. ആ എന്തായാലും നിങ്ങൾ സ്ത്രീധനം കൊടുക്കാൻ വന്നതല്ലേ, ആ അത് കൊടുത്തിട്ട് പോയാൽ മതി. ആ ഞാൻ കേട്ടു സ്വർണ്ണം കിട്ടും. ആ എന്നിട്ടേ മോളുടെ കളഞ്ഞു പോയ കൊലുസിൻ്റെ ഒരെണ്ണവും ബാക്കി രൂപയും കൂടി ചേർത്ത് അനശ്വര ജ്വല്ലറി നിന്ന് വാങ്ങിയതായിരുന്നു. പരിശുദ്ധിയുടെയും വിശ്വസ്തയുടെയും കാര്യത്തിൽ നമ്പർ 1 ആണ് അനശ്വര ജ്വല്ലറി. ആ മോക്ക് അങ്ങോട്ട് കൊടുത്താട്ടെ. ഇഷ്ടമായോ? നല്ല കൊലുസല്ലേ? അളിയ പൈസ അങ്ങ് എടുത്തോ. അയ്യോ അത് കുഴപ്പമില്ല അളിയാ, ഇരുന്നോട്ടെ. വേണ്ട അളിയ, അമ്മയുടെ സ്വർണം പണയം വെച്ചതും അളിയൻ പലിശക്കെടുത്തുള്ള പൈസയാണ്. ആ പൈസ ഈ വീട്ടിൽ വേണ്ട. മോനെ രൂപ എടുത്തു. ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയച്ചതിൻ്റെ ബാധ്യതയും പ്രയാസവും ഒക്കെ ഞങ്ങൾ നല്ലവണ്ണം അനുഭവിച്ചതാണ്. എടുത്തു, പ്രയാസപ്പെടണ്ട. നീ അത് കയ്യിലെടുത്ത് വെച്ച് കളിച്ചോണ്ടിരിക്കാതെ കാലിലെടുത്തിട്ട് എന്നിട്ട് കൊണ്ട് കളയണം കേട്ടാ. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ കരഞ്ഞാൽ അമ്മ നിൽക്കുന്നത് നോക്കൂല, നല്ല അടിയാൻ വെച്ച് നോക്കൂ. പറഞ്ഞേക്കാം.